ഉടമ്പടി എടുക്കുമ്പോൾ ഓർക്കുക, ഇത് വിശ്വസ്തതയുടെ പ്രാർത്ഥനയാണ്. വിശ്വസ്തതയുടെ പ്രാർത്ഥനയാണ്. ഇതിനെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും. നിയമാവർത്തനം 7:9. നിയമാവർത്തനം 7:9. ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുവിൻ. ജീവിതം ധന്യമായിത്തീർന്നിടും. നിയമാവർത്തനം 7:9. ഇതുപോലെ തന്നെ നമ്മുടെ 11, 21, 17 വായിച്ചില്ലേ? 17, 21. അതുപോലെ തന്നെ ഉടമ്പടി വചനമാണ് നിയമാവർത്തനം. എത്രയാണ്? 7:9. 7:9. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും തന്നെ സ്നേഹിക്കുകയും. ആദ്യം തുടങ്ങണ എന്താണ്? തന്നെ സ്നേഹിക്കുകയും. അവിടുന്ന് തുടങ്ങണ ഉടമ്പടി തുടങ്ങണ എങ്ങനെയാണ്? തന്നെ സ്നേഹിക്കുകയും. ആദ്യം ചെയ്യണ, അല്ലാതെ നിങ്ങളുടെ IATS സ്നേഹിക്കുകയും നിങ്ങളുടെ വസ്തുവിനെ സ്നേഹിക്കുകയും നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കുകയും ഭാര്യയെ സ്നേഹിക്കുകയും ചെയ്യണമല്ല. ആദ്യം എന്താണ്? ദൈവത്തെ സ്നേഹിക്കണം. അതാണ് അവിടെ നിന്ന് ഉടമ്പടി തുടങ്ങണത്. പറഞ്ഞ് തന്നെ സ്നേഹിക്കുകയും. പറഞ്ഞ് തന്നെ സ്നേഹിക്കുകയും അടുത്ത വചനം, തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട്, തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. അപ്പൊ വിശ്വസ്തനായ ദൈവമാണ്. അതായത് ഇതുപോലെ തന്നെയാണ് വിശ്വസ്തത നമുക്ക് വേണ്ടത്. ആ ദൈവം പറയുന്നുണ്ട്. എന്താണ്? കർത്താവ് വിശുദ്ധിയുള്ളവരെ പോലെ നമ്മളും വിശുദ്ധരായിരിക്കാൻ പറയണ പോലെ തന്നെയാണ് ഈ വിശ്വസ്തത. എങ്ങനെയാണ് ദൈവം അളക്കണത്? നമ്മുടെ വിശ്വസ്തത അളക്കണത് ആദ്യമേ തന്നെ തരികിട കാര്യങ്ങൾ സംഭവിക്കും. ഉടമ്പടി എടുത്ത് ആദ്യത്തെ മാസം, രണ്ടാമത്തെ മാസം, മൂന്നാമത്തെ മാസമൊക്കെ ചില സമയത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതുകൊണ്ട് ചില ആൾക്കാർ എന്ത് ചെയ്യും? അതുകൊണ്ട് ഉടമ്പടി എടുത്തിട്ടും പിന്നെ സങ്കടത്തിന് നമ്മൾ ജപ്തി നടപടിക്ക് മാറ്റമൊന്നുമില്ലല്ലോ. ഉടമ്പടി എടുത്തിട്ടും പിന്നെ ഞാൻ പരീക്ഷയ്ക്ക് തോറ്റല്ലോ, ഉടമ്പടി എടുത്ത് പിന്നെ ഞാൻ ഇൻ്റർവ്യൂ തോറ്റല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് താമസിച്ച് എഴുന്നേക്കും. പത്രം കൊടുക്കത്തില്ല, പേഴ്സ് പ്രവർത്തനം ചെയ്യത്തില്ല, ആക്കാനും വേണ്ടി ഓക്കാനൊക്കെ ഒപ്പിച്ചുണ്ടാക്കി കൊടുത്ത് വരുത്തി തീർക്കും. ഇങ്ങനെയുള്ള വാദപ്പനി പരിപാടിയൊക്കെ കാണിക്കും. അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി, നിങ്ങൾ ഉടമ്പടിയിലല്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു നെഗറ്റീവ് ദൈവത്തിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായത് ടെസ്റ്റാണ്, ചവിട്ടി നോക്കുകയാണ്, ഒടിവാൻ നോക്കുകയാണ്. ഞാൻ ഒടിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരട്ടി ചെയ്യണം. കൈയിട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഇതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ വിശ്വസ്തത കാണിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ദൈവസ്നേഹം വേണം. അല്ല, വിശ്വസ്തത കാണിക്കണമെങ്കിൽ കത്തോലിക്കനായിരിക്കണം, അല്ല ക്രിസ്ത്യാനി ആയിരിക്കണം എന്നല്ല ഞാൻ പറയണത്. വിശ്വസ്തത കാണിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവസ്നേഹം വേണം. ഉടമ്പടിയുടെ ഗുണം അതാണ്. ആർക്ക് വേണമെങ്കിലും മുതൽ മുടക്കാം. ദൈവത്തോട് വിശ്വസ്തത ഉണ്ടായാൽ മതി. ആർക്ക് വേണമെങ്കിലും. നീ ഇപ്പോൾ ജാസായപ്പെട്ടിട്ടില്ല, നീ ക്രിസ്ത്യാനി അല്ല, ബേസിക്കായിട്ട് അല്ലെന്ന് തന്നെ വിചാരിച്ചോ. പക്ഷേ നീ ഇതിനകത്ത് ദൈവത്തോട് നീ അല്പം സ്നേഹം കാണിച്ചാൽ, ഒരു ചെറിയ സ്നേഹം കാണിച്ചാൽ മതി, നീ നശിച്ചു പോകാൻ അനുവദിക്കത്തില്ല.
സത്യസന്ധമായ ഒരു ഉഴക്ക സ്നേഹം നീ ദൈവത്തോട് കാണിച്ചാൽ നീ നശിച്ചു പോകാൻ. ഇന്നലെ ഒരു സാക്ഷ്യമുണ്ടായി. 5 എന്നാണ് ആ മോള് തുടങ്ങിയത്. അവളുടെ അമ്മായിയമ്മയാണ്. അമ്മായിയമ്മയാണ് എൻ്റെ അവൾ പറയുന്നുണ്ട്, അമ്മായിയമ്മയാണ് യഥാർത്ഥ അധികാരി ഉടമ്പടിയുടെ, അങ്ങനെ പറയണത്. അനുഗ്രഹത്തിൻ്റെ അധികാരി എൻ്റെ അമ്മായിയമ്മയാണ്. ഞാൻ അവരുടെ മകൻ്റെ ഭാര്യയാണ്. അമ്മ വഴി ഞങ്ങളുടെ വീട്ടിൽ നടന്ന കാര്യമാണ് ഞങ്ങൾ പറയാൻ വന്നത്. ഞങ്ങൾ 3 പേരും വന്നിട്ടുണ്ട്. അത് രസമാണ് സാക്ഷ്യം. ഇന്നിട്ടിട്ടുണ്ട് രാവിലെ. അതെന്താണ് സംഭവിച്ചത്? പരമേശ്വരി അമ്മ ഒരു നായർ സ്ത്രീയാണ്, സഹോദരിയാണ്, വൈക്കത്തുകാരത്തിയാണ്. അപ്പം അവർ പറയണത് അവർ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകും, എല്ലാ ദിവസവും. ഇപ്പം അവരുടെ പ്രശ്നം ആദ്യം പറയാം. അവരുടെ പ്രശ്നം എന്ന് പറയണത് അവരുടെ മകൻ കല്യാണമൊക്കെ കഴിച്ചു. അപ്പോൾ അവർക്ക് കിട്ടിയ സ്ത്രീധനം കുറച്ച് കാര്യങ്ങളുണ്ട്. കച്ചവടം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ മകന് ഒരു പുറത്ത് പോയി ജോലി ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് നാട്ടിൽ തന്നെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയ കാശിന് അവർ ഒരു കച്ചവടം തുടങ്ങി. പക്ഷെ 1.5 കൊല്ലം കഴിഞ്ഞപ്പോഴേ ഈ കാശെല്ലാം കച്ചവടം ചെയ്ത് തീർന്ന് കുടുംബം വെളുത്തുപോയി. കുടുംബം വെളുത്തോടുകൂടി ഈ ചേച്ചിക്ക് ഭയങ്കര സങ്കടമായി. ഇവർക്ക് ഉറക്കമില്ലാതെ ഇവള് മരുമകളോട് പറഞ്ഞു, എടി മകളെ, ഇപ്പം കച്ചവടം പൂട്ടാനായല്ല, ഇങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം അവൾ മകനോട് പറഞ്ഞ്, ഭർത്താവിനോട് പറഞ്ഞ്, അമ്മ ഇങ്ങനെ സങ്കടപ്പെടാനല്ല, നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ ഇവൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു കൂട്ടുകാരനെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ കൂട്ടുകാരൻ ഇവനെ വിദേശത്ത് കൊണ്ടുപോയി. അപ്പോൾ അവരങ്ങനെ കടം മേടിച്ച് 6 ലക്ഷം രൂപ കടം മേടിച്ചിട്ട് അവർ വിദേശത്ത് പോയി. അപ്പോൾ വിദേശത്ത് പോയെങ്കിൽ ദുബായിലാണ് പോയെങ്കിൽ ഈ പറഞ്ഞ ജോലിയൊന്നും കിട്ടിയില്ല. അപ്പോൾ ജോലി കിട്ടാതെ കടം ബാങ്കിൽ ഇങ്ങനെ പലിശ പെരുകിക്കൊണ്ടിരിക്കുന്നു. ജോലിയും വരുമാനമൊന്നും ഇല്ല. അപ്പോൾ ഈ കുടുംബം 3 കുടുംബം നോക്കണത് ഈ ഒരു ഒറ്റ മകനാണ്. അവന് വരുമാനം ഇല്ല. അവൻ ഇടയ്ക്കിടെ എല്ലാ ദിവസവും വിളിക്കും, അമ്മ ജോലിയൊന്നും ആയില്ല, ഞാൻ പല കമ്പനി ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്, ജോലിയൊന്നും ആയില്ല. ഇനി ഓരോ ദിവസവും ഓരോ കമ്പനി ഇൻ്റർവ്യൂവിന് പോകും, പക്ഷെ തോക്കും, അവർ വിളിക്കത്തില്ല. അപ്പോൾ അവനിവിടെ ലോഡ്ജിൽ താമസിക്കും. അപ്പോൾ അതിൻ്റെ കാശും തീരാനായി. ഇങ്ങനെ ജീവിതം ആകപ്പാടി അങ്ങോട്ട് തീരുകയാണ്. അപ്പോൾ ഈ പരമേശ്വരി അമ്മ എപ്പോഴും ഉള്ളിൽ പോയി ഇങ്ങനെ, അവർക്ക് ഉറക്കമില്ല. രാത്രി ഇങ്ങനെ അവർ എഴുന്നേറ്റ് നടക്കും വീട്ടിൽ, ഇത് കേട്ടിട്ടേ സങ്കടപ്പെട്ടിട്ടേ. അപ്പം മരുമകൾ പറയും, അമ്മ ഇങ്ങനെ ദൈവങ്ങളെ വിളിക്കണമുണ്ടല്ല, നമ്മളെ സഹായിക്കും, അമ്മ വന്ന് കിടന്ന് ഉറങ്ങ്. പക്ഷെ കിടന്നാൽ ഉറക്കം വരത്തില്ല. കുടുംബം പട്ടിണിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, വല്ലാത്തൊരു ജീവിതമാണ്. അപ്പം ഇങ്ങനെ വന്നപ്പോൾ ഇവർ പെട്ടെന്ന്, ദൈവമേ എനിക്കൊരു മാർഗമില്ലേ എന്നിങ്ങനെ ദൈവത്തോട് ചോദിക്കും. അപ്പോൾ ഇവർ സ്വപ്നം കാണാം. സ്വപ്നം കണ്ടാ പിന്നെ സ്വപ്നം തന്നെ കണ്ടില്ലേ? ഇവർ സ്വപ്നം കാണും. സ്വപ്നം ഇതാണ്, അവരെല്ലാ ദിവസവും കുളിച്ച് കുറിയിട്ട് അവരുടെ അടുത്ത് 100 മീറ്റർ അകലെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പം ക്ഷേത്രത്തിലൂടെ എല്ലാ ദിവസവും പോകും. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകുന്ന പോലെ ഇവർ സ്വപ്നത്തിൽ രാവിലെ കുളിച്ച് കുറിയിട്ട് സ്വപ്നത്തിൽ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. പോയിക്കൊണ്ട് പക്ഷെ ഇവർ ആ സ്വപ്നത്തിൽ കണ്ട ക്ഷേത്രത്തിലോട്ട് പോയിട്ട് നടന്നിട്ടും കുറേ നടക്കണുണ്ട് അവർ. ആ 100 മീറ്ററൊന്നുമല്ല, 1000 മീറ്റർ നടന്നിട്ട് എത്തണില്ല. അപ്പം ഇവർക്ക് സംശയമായി, ഇതെന്താ ക്ഷേത്രം കാണുന്നില്ലല്ല, എത്തണില്ലല്ല, സ്ഥലത്തെത്തണില്ലല്ല, ഇതെന്ത് പറ്റി, നടന്ന് ഞാൻ കുഴഞ്ഞല്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അവസാനം ഇവർ ക്ഷേത്രം കാണും. ക്ഷേത്രം കാണുമ്പോഴുണ്ട് അവിടെ ബലിത്തറയില്ല, ആൽത്തറയില്ല, ശ്രീകോവിലില്ല, ഒന്നുമില്ല. അപ്പോഴവർ പറഞ്ഞു, ഭഗവാൻ ഇത് എന്താണിത്, ക്ഷേത്രം ഇല്ലല്ലോ ഇവിടെ, അതൊക്കെ മാറ്റിയായിരിക്കും ഒറ്റ ദിവസം കൊണ്ട്. ആകെപ്പാട് നിൽക്കുന്നത് ഒരു ഗ്രില്ലിട്ട ഒരു ഹോളുണ്ട്, അതാണ് കാണുന്നത്. ഇതിന് പകരം ഒരു ഗ്രില്ലിട്ട ഹോള്, അതാണ് കാണുന്നത്. അപ്പം നോക്കുമ്പോൾ ഇത് അപ്പോൾ ഇനി ക്ഷേത്രം മാറ്റി കാണുമായിരിക്കും ചിലപ്പോൾ. പക്ഷെ അതൊക്കെ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ, മാറ്റുമായിരിക്കും, അധികാരിയോട് മാറ്റുമായിരിക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ക്ഷേത്രത്തിൽ നിന്ന് കയറി വരുമ്പോൾ ഇവിടെ ഗ്രില്ലിട്ട സ്ഥലമല്ലേ, അപ്പോൾ ഉടനെ ദേവി പരാശക്തി എന്നും പറഞ്ഞൊരു തൊഴും.
അപ്പോൾ ഉടനെ ദേവി പറയും, നീ വിഷമിക്കണ്ട, നീ ഉടമ്പടി എടുത്താൽ മതി. ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. വല്ലാത്ത ഒരു സാക്ഷ്യമാണ്. ഈ വർഷം കേട്ടതിൽ ഏറ്റവും ടോപ്പ് സാക്ഷ്യമാണ്. ഇവരത് മനസ്സിരിക്കും, പക്ഷേ ഇവർക്ക് അതിനെക്കുറിച്ച് അതൊന്നും അറിയത്തില്ലല്ലോ. അറിയത്തില്ല. അപ്പം ബെറ്റി എന്നും പറഞ്ഞ ഇവളുടെ ഒരു പണ്ട് പഠിപ്പിച്ച, ഇവൾക്ക് നേരത്തെഴുത്ത് പഠിപ്പിച്ച ഒരു സ്ത്രീ, ഇവർക്ക് പ്രായമുണ്ടേ, ഈ പരമേശ്വരമ്മക്ക് പ്രായമുണ്ട്. ആ ബെറ്റിയുടെ മകളുടെ മകള് എഴുത്ത് തുടങ്ങിക്കാൻ വേണ്ടി ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർക്ക് കടവല്ലേ, ഭയങ്കര പങ്കപ്പാടല്ലേ, അവിടെ കുടുംബം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിന് ബെറ്റിനെ എടുത്തു തുടങ്ങിച്ചത് ഈ ടീച്ചറാണ്. ബെറ്റിയുടെ മോളെ എടുത്തു തുടങ്ങിച്ചത് ഈ ടീച്ചറാണ്. ഇപ്പം ബെറ്റിയുടെ പേരക്കിടാവിനെയും കൊണ്ട് ബെറ്റി വരികയാണ് എന്നാണ് ഇവർ ധരിക്കണത്. അപ്പം പറഞ്ഞ്, ടീച്ചറെ ഞാൻ അങ്ങോട്ട് വരിക കേട്ടോ. പറഞ്ഞു, നീ എന്തിനാ പറയണത്, നീ ഇപ്പോൾ ഒന്നും വരണ്ട, എന്താ നമ്മുടെ ഇടം അവളെന്താ അറിയണത്, നല്ല കാലം അവൾ കണ്ടതല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ കാലം കണ്ടാൽ നമുക്ക് സങ്കടമാണ് ടീച്ചറിനെ. അപ്പം നീ വരണ്ടെന്ന് പറയും. പിന്നെയും ടീച്ചറെ വിളിക്കും. നീ പിന്നെയും ഈ ബെറ്റി 2 ദിവസം പിന്നെയും വിളിക്കും, ടീച്ചറെ എനിക്ക് ടീച്ചറിനൊന്ന് കാണണം, നീ ഇപ്പോൾ വരണ്ട, നീ എന്തിനാ ഇങ്ങോട്ട് വരണത്, നിൻ്റെ കൊച്ചിനെ എടുത്തു നോക്കിയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഉള്ള ടീച്ചർമാരെ കണ്ടിട്ട് എടുത്തു നോക്കിച്ചാൽ മതി, ഇങ്ങോട്ട് ഇത്രയും കഷ്ടപ്പെട്ട് വരണ്ടെന്ന് പറയും. ഇല്ല ടീച്ചറെ ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞ് 3-ാമത്തെ പ്രാവശ്യം ബെറ്റി വന്നപ്പോൾ ബെറ്റിൻ്റെ ടീച്ചറൊന്നും സങ്കടമൊന്നും കാണിക്കാതെ വിളിച്ച്, ടീച്ചറെ എങ്ങനെയൊക്കെ പോണ കാര്യങ്ങൾ, മകനൊക്കെ ജോലി ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ടീച്ചർ പൊട്ടിക്കരയും. അപ്പോൾ ഇവിടെ പറയും, ടീച്ചറെ കൊള്ളാം, എൻ്റെ മുമ്പിൽ നിന്ന് ടീച്ചറെ കരയണം, ഞാൻ സങ്കടം പറയുമ്പോൾ ടീച്ചറല്ലേ എന്നെ ആശ്വസിപ്പിക്കണത്, ഇപ്പം ടീച്ചർ കരയണം, ടീച്ചർ കരയാൻ പാടില്ലെന്ന് പറയും. അല്ലടി ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. അതിനെന്താ കുഴപ്പം ടീച്ചറെ, ടീച്ചർ ഒന്ന് കലപുരി പോയാൽ മതി കൃപാസനത്തിൽ. അയ്യോ അതെവിടെയാണ്, അവിടെ ആര് കൊണ്ടുപോകാൻ, ഞാൻ പോകിട്ടില്ലെന്നൊക്കെ പറയും. അല്ല ടീച്ചറെ പോകണ്ട, അവിടെ എന്നൊക്കെ അത് ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ ചോദിക്കും. ഉടമ്പടിയുടെ കാര്യമൊക്കെ ഇവിടെ പറയും. അപ്പോഴും ടീച്ചർ ഓർക്കണായിട്ട് രാത്രി എന്നോട് പറഞ്ഞത് അങ്ങനെയാണല്ല, അതാണല്ലേ ഇവള് പറയണത് പറഞ്ഞുകൊണ്ട് ടീച്ചർ ഉടനെ ഓൺലൈൻ ഉടമ്പടി ചെയ്യും. ഓൺലൈൻ ഉടമ്പടി ചെയ്ത് അപ്പം തന്നെ മകൻ വിളിക്കും, അമ്മ എല്ലായിടത്തുനിന്നും കത്ത് വരാൻ തുടങ്ങിയെന്ന് പറയും. എന്നെ റിജക്റ്റ് ചെയ്ത എല്ലാ കമ്പനിയിൽ നിന്നും കത്ത് വരാൻ തുടങ്ങിയെന്ന് പറയും, എന്നെ ഓഫർ ലെറ്റർ വരാൻ തുടങ്ങിയെന്ന് പറയും. ഇൻ്റർവ്യൂവിന് പോകാം, ഇപ്പോൾ ഏതെടുക്കണമെന്ന് ചോദിക്കും. അപ്പോഴമ്മ പറയും, ഞങ്ങൾ പോയി തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ട് വരാമെന്ന് പറയും. അങ്ങനെ ഇവർ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇവർ ഞെട്ടിപ്പോകും. കാര്യം ഇവർ സ്വപ്നത്തിൽ കണ്ട ക്ഷേത്രം ഈ ഗ്രില്ലിട്ട ഈ മാതാവിൻ്റെ സന്നിധാനമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഞാൻ എപ്പോഴും ഈ സാക്ഷ്യം കേട്ടോണ്ട് ഞാൻ ഇന്നലെ നടന്ന സാക്ഷ്യമാണിത്. ഇന്ന് അപ്പീരുണ്ട്, നിങ്ങൾ പോയി അത് കാണണേ കേട്ടോ. അപ്പം ഞാനിവിടെ നിൽക്കുമ്പോഴേ ഞാൻ ഓർക്കണേ, ഇത് ഈ കുടുംബത്തിൽ വന്നിരിക്കുന്ന ഈ മഹാതകർച്ചകളിലെ ഇവരെ മാതാവ് നേരിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എന്തുകൊണ്ടാണ് സ്വപ്നം കാണിച്ച് സ്വപ്നത്തിലൂടെ കുടുംബം രക്ഷപ്പെടാനുള്ള വഴിയും സ്ഥലവും കാണിച്ചു കൊടുത്തതിൻ്റെ പൊരുൾ എന്താണെന്ന്. അപ്പോൾ ആ സാക്ഷ്യത്തിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ സാക്ഷ്യത്തിൽ പറയുന്ന കാര്യം വെച്ചാൽ, ഞാൻ എപ്പോഴും ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്ക്, ഈ 100 മീറ്ററല്ലേ ഉള്ളൂ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്ക്,
അപ്പോൾ ഒരു കുഞ്ഞു കുരിച്ചെടി ഉണ്ടാവും, അമരോത്ഭ മാതാവിൻ്റെ. ആ കുഞ്ഞു കുരിശടിയിൽ കവർ ചെയ്താണ് ഞാൻ ക്ഷേത്രത്തിലൂടെ പോണത്. ആ കുഞ്ഞു കുരിശടിയുടെ ഞാൻ പോണ വഴിക്ക് മാതാവിനെ കാണുമ്പോൾ ഞാൻ മാതാവിനോട് പറയും, അമ്മേ എൻ്റെ കാര്യമൊക്കെ അമ്മക്കറിയാവില്ല, ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്ന്. ഇതാണ് ഇവർ പറയണത്. അമ്മ എൻ്റെ കാര്യമൊക്കെ അമ്മക്കറിയാവല്ലോ, ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് അവരുടെ പ്രാർത്ഥന. ഇത് ഇവർ എപ്പോഴും എല്ലാ ദിവസവും പറയണ സംഭവമാണ്. അതായത് നിങ്ങൾക്ക് മാതാവുമായിട്ട് എന്തെങ്കിലും ചെറിയൊരു റിലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും തകർന്ന കാലത്ത് ആ റിലേഷൻ വെച്ചുകൊണ്ട് അമ്മ നിങ്ങളെ സഹായിക്കാൻ വന്നിരിക്കും. അതിൻ്റെ പേരിലാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. ഏതെങ്കിലും കാലത്ത് മാതാവിനോട് നിങ്ങൾ കാണിച്ച പ്രത്യേക സ്നേഹത്തിൻ്റെ പേരിലാണ് ഈ കണ്ണീരിൻ്റെ കാലത്തേക്ക് ദൈവം, ഈ ഉടമ്പടിയുടെ ആസ്ഥാനത്തേക്ക് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ജീവിത ദുരിതങ്ങൾക്കെതിരെ ദൈവിക ശാസന പ്രാർത്ഥനയുടെ സമയമാണ്. ഓരോ ദിവസവും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത സ്വപ്നതുല്യമായ വലിയ ദൈവിക ഇടപെടലാണ്. ആ സന്നിധാനത്തിലേക്കാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ പരീക്ഷിക്കാൻ നിൽക്കരുത് ദൈവത്തെ. നീ ഉടമ്പടി എടുത്ത് നോക്കട്ടെ എന്ന് പറയരുത്. ദൈവം ആദ്യം അടയാളം കാണിക്കാൻ വേണ്ടി നീ ഉടമ്പടിയിലെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ അറച്ചു നിൽക്കരുത്. ദൈവം അത് എപ്പോഴായാലും നിന്നോട് വിശ്വസ്തത കാണിക്കും. നീ പക്കയായിട്ട് ചവിട്ടിയാൽ ഒടിയാത്ത സ്റ്റേജ് പോലെ റിലയബിൾ ആകാൻ, വിശ്വസ്തയാകാൻ, വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തിയാകാൻ നോക്കാൻ അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മേരി മാതാവേ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എനിക്ക് തണലായ അമ്മയുമല്ലോ, മനമിടരുമ്പോഴും സുരമിടരുമ്പോഴും എനിക്ക് തണലായ അമ്മയുമല്ലോ. അമ്മേ ഉള്ളിലെ പുതിയ സംരക്ഷിച്ചിടേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അലൻ ദാസ്. ഞാൻ കളമശ്ശേരിയിൽ നിന്ന് വരുന്നു. 23 വയസ്സാണ്.
അപ്പം ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2019 നവംബർ 3-ാം തീയതിയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ കൃപാസനത്തിൽ വരാമെന്നുള്ള ആ ഭാഗ്യം അതെല്ലാവർക്കും കിട്ടില്ല. അത് ആ സമയമാകുമ്പോൾ മാതാവ് കൊണ്ടെത്തിക്കുന്നതാണ് കൃപാസനത്തിൽ. കാരണം വെച്ചാൽ അതുവരെ നമ്മൾ ജീവിതത്തിൽ കൂടെ പോകുന്ന പല വേദനകളും യാതനകളും എല്ലാം മാതാവ് ഈശോയിൽ അർപ്പിച്ച് നമ്മളെ എത്തിക്കുന്നതാണ് അവിടെ. അപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഉടമ്പടി എടുക്കാൻ പറ്റില്ലായിരുന്നു. ആ ദിവസം വേറെ ദിവസമായിരുന്നു വരേണ്ടത്. അപ്പം അന്ന് മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുകൊണ്ട് ഞങ്ങൾക്കന്ന് ഉടമ്പടി എടുക്കാൻ പറ്റി. അത് തന്നെ ഒരു വലിയ കാര്യം. എന്നിട്ട് ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് പഠിച്ചതും കുറച്ച് എൻ്റെ വലിയ ഹയർ സ്റ്റഡീസൊക്കെ ചെയ്ത് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അന്നത്തെ രക്തത്തളപ്പിനകത്ത് നമുക്കിങ്ങനെ അത്ഭുതം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വലിയ ഒരു ഫാൻറ്റസി തോന്നില്ല. ജസ്റ്റ് അത് ആൾക്കാരുടെ ഓരോ പെർസെപ്ഷനാണെന്ന് തോന്നണത്. പക്ഷെ ഞാനിവിടെ അന്ന് വന്ന് ഇവിടെ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വന്നിട്ട് ഞാൻ ആ മൂലയ്ക്ക് ഇരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഉടമ്പടി പത്രികയും കയ്യിൽ വെച്ച് എൻ്റെ അമ്മയുണ്ടായി, എൻ്റെ ഒരു കസിൻ ചേട്ടനും ഉണ്ടായി. അപ്പം ഞങ്ങൾ 3 പേര് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മാതാവിനെ നോക്കി. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ്, മാതാവ് എൻ്റെ ജീവിതം അത്ര വലിയ ഡിസിപ്ലിൻഡ് ഒന്നുമല്ല, കുത്തഴിഞ്ഞൊരു ജീവിതമാണ്. അപ്പം മാതാവിൻ്റെ മകനോട് പറഞ്ഞ് എന്നെ ഒന്ന് മകൻ്റെ ശക്തി എന്നിലൊന്ന് കാണിച്ചു തരണേന്ന് ഞാൻ വെറുതെ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാനറിയാതെ തന്നെ വിങ്ങിപ്പൊട്ടി കരയണമായിരുന്നു ആ മൂലയ്ക്ക് ഇരുന്ന്. അപ്പം എൻ്റെ അമ്മ ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, ഇതെന്ത് പറ്റി, ഇവനെന്ത് പറ്റി? അപ്പം ഞാനിങ്ങനെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് എൻ്റെ വെള്ളമൊക്കെ കണ്ണീരൊക്കെ ഇങ്ങനെ മേത്തൊക്കെ ആയി ഞാൻ അവിടെ ഇരുന്ന് കരയുക. ഞാൻ ആരെയും നോക്കണമൊന്നുമില്ല. ഞാൻ അതുവരെ ചിന്തിക്കുമായിരുന്നു പലരും ഇവിടെ പള്ളിയിലൊക്കെ വന്ന് എങ്ങനെയാണ് കരയണമെന്ന്. പക്ഷേ അന്ന് എനിക്ക് മനസ്സിലായി ഈ ചുറ്റുവട്ടം, ഈ കലവൂര് കൃപാസനം എന്ന് പറയുന്ന ഈ അത്ഭുത സ്ഥലത്ത് മാതാവിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണമുണ്ട്, മാതാവിൻ്റെ പ്രത്യേക ഒരു സാന്നിധ്യമുണ്ട്, ഈശോയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ വരുന്നവർ ബ്രോക്കണായിട്ടാണ് വരുന്നത്. അപ്പോൾ ബ്രോക്കണായിട്ട് വന്നവരെ ഇവിടുന്ന് മാതാവ് തൊട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് പിന്നെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ഒരു വലിയൊരു നിലവറയായിരിക്കും നമ്മുടെ ജീവിതം. അപ്പം ഞങ്ങളന്ന് 6 നിയോഗങ്ങളാണ് വെച്ചത്. അപ്പം 6 നിയോഗങ്ങൾ നടന്നു. അല്ലാതെ നമ്മൾ ആഗ്രഹിക്കാത്തതും സർപ്രൈസ്ഡ് ആയിട്ട് ജീവിതത്തിൽ വരുന്ന കൃപകൾ എല്ലാം ഒത്തിരി അന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. ബാംഗ്ലൂരിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിച്ചിരുന്ന ഞാൻ അതിവിടെ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ പറയുന്ന ഒരു നിയോഗം ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. 15 വർഷമായിട്ടൊരു ഭവനം ഞങ്ങൾക്ക് വേണമെന്നൊരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ 15 വർഷമായിട്ടും ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ച കാര്യം, എൻ്റെ അമ്മ എന്നും പള്ളിയിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഒരു ഭവനം, ഒരു ചെറിയൊരു ഭവനം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ്, നിങ്ങൾ ഒരിക്കലും ചെറിയ കാര്യങ്ങളല്ല ആഗ്രഹിക്കേണ്ടത്. ഈശോയോട് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് വലിയ കാര്യങ്ങളാണ്. അപ്പോൾ ഈശോയ്ക്ക് തോന്നും, ഇവന് ഞാനൊരു കാര്യം കൊടുത്താൽ അവനത് വലിയതായിട്ട് തന്നെ, അവൻ്റെ ചിന്താഗതി ഉയർന്ന ചിന്താഗതിയാണ്, അവൻ്റെ ദാരിദ്ര്യ ചിന്താഗതിയല്ല, ഉയർന്ന ചിന്താഗതിയാണ്. അപ്പം ഈശോ എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്പനാണ്. അപ്പം അപ്പൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഉയർന്ന കാര്യങ്ങൾ ചോദിക്കുക. അപ്പം അച്ഛൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ നമുക്ക് ചെറുതായിട്ടൊന്ന് ആഗ്രഹിക്കണം, നമുക്ക് ഈശോ തരും. അപ്പം ഞാൻ ആഗ്രഹിച്ച 4 മുറിയുള്ള ഭവനമാണ് ഞങ്ങളെന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ അന്ന് ഭവനത്തിൻ്റെ പണി കൊറോണയുടെ സമയത്ത് തുടങ്ങി. അതൊക്കെ അത്ഭുതങ്ങളാണ് അതിനകത്ത്. ഞാനതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് ഇന്ന് ഈ ദിവസം പോരാ. ഒത്തിരി അത്ഭുതങ്ങളിൽ കൂടെ അമ്മ കൊണ്ടുവന്ന് കിടന്നു. ഞങ്ങൾക്ക് പൈസ ഉണ്ടായിരുന്നില്ല. ഓരോ ദിവസവും ഓരോ പൈസ ഓരോ രീതിയിൽ അമ്മ കൊണ്ടു തന്നു ഈശോയിലൂടെ. അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ ഭവനത്തിൻ്റെ കാര്യം വന്നപ്പോഴാണെങ്കിലും ഒത്തിരി സഹായങ്ങൾ വന്ന്, ഒത്തിരി എല്ലാം കറക്റ്റ് സമയത്ത് ഈശോയും മാതാവും കൂടി കൂട്ടി നടത്തി തന്ന് അങ്ങനെ ഭവനം ശരിയായി. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചത് 4 മുറിയുള്ള ഭവനം, പക്ഷെ 5 മുറിയുള്ള 3 നില ഭവനം കിട്ടി. ഞങ്ങളുടെ കയ്യിലൊന്നും ഒരു ക്യാപിറ്റൽ ഇല്ലാത്തവ ഞങ്ങൾക്ക് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഭവനത്തിന് എന്തായാലും ഒരു പേരിടണം. അപ്പം ഞങ്ങൾ വേറെ ഒന്നും ചിന്തിച്ചില്ല, കൃപാസനം എന്ന് പേരിട്ടു ഭവനത്തിന്. വീട്ടിൽ ചെന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണാം കൃപാസനം എന്ന് അവിടെ പേരിട്ട്.
അത് കഴിഞ്ഞ് പിന്നെ നടന്നൊരു കാര്യമാണ്, ഞങ്ങൾക്ക് ഈ ഭവനം പണിയാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പോൾ എൻ്റെ അപ്പൻ്റെ ബന്ധുക്കൾ അത് സമ്മതിച്ചില്ല നടത്താൻ വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ അവർക്ക് അത് പറ്റില്ല, ഞങ്ങൾ വേറെ സ്ഥലത്തൊക്കെ പോയി രക്ഷപ്പെടണത് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഇന്നും അവരോട് സ്നേഹമൊക്കെ ഉള്ളൂ. എന്നാലും അവരപ്പം നടക്കാത്ത സമയത്ത് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ അവർ പറഞ്ഞത് ഞങ്ങൾ ഗുണ്ടകളെ വെച്ച് ഇതൊക്കെ ഒഴിവാക്കും, ഇതൊന്നും നടത്തി തരില്ല എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞ്. പക്ഷേ ആ ഈശോ മാതാവിൻ്റെ കാശിരൂപത്തിൻ്റെ അത്ഭുതം ഞാൻ അന്നാ മനസ്സിലാക്കണത്. അമ്മ അത് അപ്പൻ്റെ ബനിയത്തിൽ കൊളത്തി വെച്ചിട്ട് ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ പോലും ഇല്ല. ഞങ്ങളുടെ ആ പറമ്പിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല. അമ്മ മാതാവ് അവരെ അവിടെ നിന്ന് എടുത്ത് മാറ്റി. ഞങ്ങൾ ആ സ്ഥലം അളന്ന് അത് വിറ്റ് ആ പൈസയും നമുക്ക് വീട് പണിയാനായിട്ടൊരു ഈടായിട്ട് വന്നു. അതൊരു രണ്ടാമത്തെ ഒരു അത്ഭുതമായിരുന്നു. അങ്ങനെ 2 അത്ഭുതം. പിന്നെ മൂന്നാമത് എൻ്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതം, എനിക്ക് ഈ സ്കിൻ ഡിസീസ് ഉണ്ടായി. ഞാനപ്പോൾ ഈ ബാംഗ്ലൂരൊക്കെ നിൽക്കുമ്പോൾ അവിടെ ഡ്രൈ സീസൺ വരുമ്പോൾ എനിക്ക് മേല് മൊത്തം ഇങ്ങനെ ഈ സ്കിന്നിങ്ങനെ പൊലിഞ്ഞ് പോവുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഒത്തിരി പേര് ഞാനിങ്ങനെ നോക്കുമ്പോഴേക്കും എൻ്റെ അടുത്ത് നിന്ന് മാറിയൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വന്ന് മാതാവിനോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം, അപ്പം ഇതൊക്കെ ഒന്ന് കണക്കിലെടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞ് നിങ്ങൾ ഇത് വന്ന് നിങ്ങളുടെ നിയോഗങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ തന്നെ നവീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നെ തന്നെ നവീകരിച്ചു, ദൈവം അനുഗ്രഹിച്ച്. എൻ്റെ അമ്മ അതിലൊത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ എന്നെ നവീകരിക്കാനായിട്ടൊരു വലിയൊരു ഫാക്ടറായിരുന്നു. ഞങ്ങൾ കുടുംബത്തിൽ തന്നെ സമാധാനവും ശാന്തിയും സമൃദ്ധി ഐശ്വര്യം ഒക്കെ ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ സ്കിൻ ഡിസീസ് ഞാൻ ഈ നിയോഗത്തിലൂടെ മാതാവ് അതെടുത്ത് മാറ്റി. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ്, ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ പുറത്തു പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഭവനത്തിൻ്റെ നിർമ്മാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാപിറ്റലൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചത് എൻ്റെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല. അപ്പോഴത്തേനും എനിക്ക് പുറത്തു പോകാനൊരു അവസരം കിട്ടി. അതിലൊക്കെ ഒത്തിരി ഞാൻ IELTS പഠിക്കാൻ പോകാനാണെങ്കിലും ഇൻ്റർവ്യൂവിന് പോകാനാണെങ്കിലും ഞാൻ കാശ് രൂപ എൻ്റെ പോക്കറ്റിലിടും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ മേത്ത് ഇങ്ങനെ ബനിയത്തിൽ കുത്തിവെച്ച് ഷട്ടൈൻ്റെ പുറത്തിട്ടിട്ടാണ് ഞാൻ പോണത്. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു പ്രത്യേക ധൈര്യം. അപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴാണെങ്കിലും പരീക്ഷ എഴുതുമ്പോഴാണെങ്കിലും വലിയൊരു ധൈര്യമാണ്. ഞാൻ പോകുമ്പോൾ ഞാൻ കാറിലാണ് പോകണമെങ്കിൽ ഇപ്പുറത്തെ സീറ്റിൽ ഞാൻ മാതാവ് ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. എന്നിട്ട് ഞാൻ മാതാവ് ഉണ്ട്, അപ്പം ഞാൻ പറയും മാതാവ് ഇതേ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് അറിഞ്ഞുകൂടാ കാര്യങ്ങൾ, അപ്പോൾ എല്ലാം സെറ്റാക്കി തരണമെന്ന് ഞാൻ കൂടെ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ പരീക്ഷയുടെ സ്ഥലത്താണെങ്കിൽ എൻ്റെ കൂടെ നിർത്തും. എന്നിട്ട് ഞാൻ പരീക്ഷ എഴുതും. ഞാൻ എന്നിട്ട് ഇപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ പോവും. അപ്പോൾ ഇന്നും എന്നെ ആ കാശിരൂപം ഒരു കാര്യത്തിലും എന്താഗ്രഹമാണെങ്കിലും ഒരു കാര്യത്തിലും എന്നെ അത് ഡൗൺ ആക്കിയിട്ടില്ല. ഞാൻ എന്നെ നവീകരിച്ച് ആ കാശിരൂപം എടുത്ത് എന്ത് കാര്യത്തിന് പോയിട്ടുണ്ടോ, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു അത്ഭുതമുണ്ട്. എന്ത് കാര്യത്തിന് പോകണോ കാശിരൂപമായിട്ട് പോയാൽ അത് നടക്കും. പിന്നെയുള്ള ഒരു കാര്യം, എൻ്റെ ചേച്ചി പാരീസിൽ പഠിക്കാൻ പോയതാണ്. അപ്പോൾ ആൾക്ക് പഠിത്തം കഴിഞ്ഞിട്ട് വിസ വരുന്നില്ല, ജോലി വരുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ കഷ്ടപ്പാടായിരുന്നു ആൾക്ക് കുറേ നാളത്തേക്ക്. അപ്പം മാതാവിൻ്റെ കാര്യം ഞങ്ങളപ്പോഴാണ് ഈ ഉടമ്പടി എടുക്കുന്നത്. അപ്പം മാതാവിനോട് പ്രത്യേകം പറഞ്ഞ് മാതാവ് ചേച്ചി ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് ചേച്ചിക്ക് അങ്ങനെ മാതാവിൻ്റെ വേറൊരു സംരക്ഷണം, അവിടെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, അവിടെ ഒരു സംരക്ഷണവും പ്രത്യേക സ്നേഹവും ഒന്നുമില്ലെങ്കിലും ആൾക്ക് സമാധാനം സംതൃപ്തിയുണ്ട്. അത് കിട്ടിയത് ഈ ഉടമ്പടി എടുത്ത് മാതാവിനെ ഞങ്ങൾ അർപ്പിച്ച് ഞങ്ങളുടെ കുടുംബത്തെ തന്നെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ് ഈശോയ്ക്ക് കാനായിലെ കല്യാണ വിരുന്നിൽ മാതാവ് ആ സ്വാതന്ത്ര്യം വെച്ച് പറഞ്ഞില്ലേ, മകനെ ഇവർക്ക് വീഞ്ഞില്ല, ഇവരെ നീ സഹായിക്കണമെന്ന് പറഞ്ഞ പോലെ ഞങ്ങളെ സഹായിക്കണമെന്ന് പറയാൻ പറഞ്ഞു ഈശോയുടെ അടുത്ത്. അങ്ങനെ മാതാവ് അത് ചെയ്തു തന്നു. പിന്നെ ജീവിതത്തിലുണ്ടായ വേറൊരു കാര്യമാണ്, എൻ്റെ ഒരു കസിൻ ചേച്ചി, എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ചേച്ചി, ഷിലു എന്ന് പറയും. അപ്പോൾ ചേച്ചിയുടെ പേര്. അപ്പോൾ ചേച്ചിക്ക് കല്യാണം ഉറക്കല്ല, ചേച്ചിക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറയാം, നമുക്ക് ആ ചേച്ചിയുടെ കാര്യം ഒന്ന് ഉടമ്പടിയിൽ വെക്കാം. അങ്ങനെ ആ ചേച്ചിയുടെ കാര്യം ഉടമ്പടിയിൽ വെച്ച് 3 മാസത്തിനകം നല്ല ആലോചന വന്ന അവരിപ്പോൾ സന്തോഷമായിട്ട് ഗുജറാത്തിൽ ജീവിക്കണേണ്, സന്തോഷത്തിൽ. അങ്ങനെ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു വചനം കേട്ടോ, നീ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്നുള്ളൊരു വചനം. അതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ പലപ്പോഴും ഓരോ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഞാനിപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം എനിക്ക് കിട്ടുകയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയൊരു തടസ്സമില്ലാണ്ട് എല്ലാം നടക്കുമ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് ചോദിക്കും ഇതെന്താ ഇങ്ങനെ. അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു
ഒരു വചനമാണ് അലന്താസ്. എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ അറിയാതെ വന്ന ഒരു സ്വരമാണ്. അലന്താസെ, എൻ്റെ പേര് അലന്താസ് എന്നാണ്. അലന്താസെ, നീ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് അത് എൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ പറയും. അപ്പം ഞാൻ ഓർക്കും ദൈവത്തിന് നന്ദി, ദൈവം ഇതൊക്കെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറയും. പലപ്പോഴും എനിക്ക് കുളിര് കയറും. ഇങ്ങനെ ആദ്യമായിട്ട് ഇവിടെ വന്ന് കരഞ്ഞപ്പോൾ എൻ്റെ മേല് മൊത്തം തണുപ്പും ചൂടും ഒക്കെ വന്ന് കുളിരെടുത്തിട്ടാണ് ഞാൻ കരഞ്ഞത്. അപ്പം എനിക്ക് മനസ്സിലായി മാതാവിനെ തൊട്ടതാണ്. അത് ഞാൻ എന്നിവിടെ വന്നാലും ആ വാതിലിൻ്റെ അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ എനിക്കത് കിട്ടും. മാതാവ് അപ്പം പറയും അതെ അലന്താസ് വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ എന്നെ തൊടും. അത് എനിക്ക് ഉറപ്പാണ്. പിന്നെയുള്ള കാര്യം, ഒത്തിരി അഡിക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ ലൈഫിൽ. അപ്പം ഞാനത് ലൈഫിൽ നിന്ന് മാറില്ല എന്ന് വിചാരിച്ച കുറേ കാര്യങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് അതിനകത്ത് ആ ഒരു അഡിക്ഷൻ എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല. പിന്നെ അതൊരു അഡിക്ഷൻ ആയിട്ടില്ല, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും ഒക്കെ മാതാവ് ഈശോയിലൂടെ തന്നു. ആ മാതാവിന്, അമ്മ മാതാവിനും ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.